ഇന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വിഭവങ്ങൾ കൊണ്ട് പൊതിഞ്ഞെടുത്ത ഒരു അടിപൊളി പൊതിച്ചോറാണ്. നല്ല വാട്ടിയ വാഴയിലേക്ക് നല്ല ജയരിച്ചോറും അതിലേക്ക് സിമ്പിളായിട്ട് കാച്ചിയ മോരും തലേ ദിവസത്തെ ബീഫും ഒരു ഏരിമീൻ വറുത്ത കഷ്ണവും ഒരു മുട്ട പൊരിച്ചതും നല്ല ചീരത്തോരനും നല്ല തേങ്ങാ ചമ്മന്തിയും ഒരു നാരങ്ങ വെള്ളക്കിട്ടതും കൂടി നന്നായിട്ട് ഒതുക്കി പൊതിഞ്ഞ് എടുത്തേക്കുവാണേ. എല്ലാ കറികളും നല്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഗ്യാസ് ഓണാക്കി ഒരു പാൻ അതിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും കാന്താരി മുളകും കൂടെ ചേർത്തിളക്കി അടിച്ചു വെച്ചിരിക്കുന്ന മോരും ചേർത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് റെഡിയായേ ഉണ്ടല്ലോ. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് വേണേ മോരൊഴിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ആവശ്യത്തിന് തേങ്ങയും അതുപോലെ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കാന്താരി മുളകോ പച്ചമുളകോ ഇട്ട് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് നല്ല തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കാം. നന്നായിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിലത്തോട്ട് കുറച്ച് ഉള്ളിയും കാന്താരി മുളകും കുറച്ച് ഉപ്പും അതേപോലെ ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കി ബീറ്റ് ചെയ്ത് ഉപ്പും ഇട്ട് കുറച്ച് ഉള്ളിയും മുളകും കൂടി ഇട്ട് ഇളക്കി ഒരു പാൻ ചൂടാക്കി മുട്ട പൊരിച്ചെടുക്കാം. പിന്നെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചാറിൽ നിന്ന് ഒരു കഷ്ണം നാരങ്ങയും കൂടി എടുത്ത് നമുക്ക് നമ്മുടെ പൊതിയിലോട്ട് ആഡ് ചെയ്യാം. അതേപോലെ ബീഫ് തലേദിവസം ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ബീഫിന് പ്രത്യേകിച്ച് റെസിപ്പിയായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ നമ്മുടെ മീൻ വറുത്താണേലും ഭയങ്കര സിമ്പിളായിട്ടാണ് വറുത്തേക്കുന്നത്. ഉപ്പും മുളകും മഞ്ഞളും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ച് അതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഒരു എണ്ണ ചൂടാക്കി എണ്ണ ഒഴിച്ച് മറിച്ചും തിരിച്ചിട്ട് വറുത്തെടുക്കാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ കുറേ നാളായിട്ടോ ഇങ്ങനെയൊരു പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നുണ്ടല്ലോ ഏറ്റവും സിമ്പിളായിട്ട് അധികം മടുക്കാണ്ട് ഇങ്ങനൊരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു അപാര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നേ. എന്തോ ഒരു വല്ലാത്തൊരു തരം സന്തോഷമായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കില്ലേ അതിനേക്കാളും ഒക്കെ.